ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്താണ്, ഇനി നമ്മുടെ മുന്നിൽ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സാംസുകൾ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മാർച്ച് വരെയുള്ള എക്സാം കലണ്ടർ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ബെബ്കോ LDCയോ അങ്ങനെയുള്ള പരീക്ഷകളൊന്നും തന്നെ അതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുമെന്നുള്ള ഒരു ഹിൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് തന്നെ വെക്കുക. എന്നിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ഔട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം ഞാനിപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനം മാത്രം. അത് കഴിഞ്ഞ് വരുന്ന മറ്റ് സമയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷയ്ക്ക് നമ്മളെ പ്രാപ്തരാക്കുക എന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിരിക്കുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആദ്യത്തെ 60 ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് അനുസരിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ബേസിക്സിനെ പറ്റി നല്ലൊരു അവെയർ ഉണ്ടാക്കി വെക്കുക. അടുത്ത 20 ദിവസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന, അതായത് 2025 നടന്ന എല്ലാ എക്സാംസിൻ്റെയും PYQs നിങ്ങൾ ചെയ്യണം. അതായത് 10th ബേസ് ചെയ്തിട്ടുള്ള എത്ര എക്സാംസ് നടന്നോ അതിൻ്റെ ഒക്കെ PYQs ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന സെഷൻസിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുക, PYQs ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഉള്ള പരീക്ഷൻ്റെ ട്രെൻഡ് കൂടി നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലായാലും ഏത് രീതിയിലാണെങ്കിലും ഇപ്പോഴത്തെ പരീക്ഷയുടെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകൾ, അതായത് ലേറ്റസ്റ്റ് നടന്നിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പം ഇങ്ങനെയാണ് PSC പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 10 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് 10 days. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് നോക്കിയാലോ. നമുക്കറിയാം VFAയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വൈഡ് ആയിട്ടുള്ളതാണ്. അതായത് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതൊരു വലിയ ഏരിയയാണ്. അതിൻ്റെ സബ് ടോപ്പിക്സ് ആയ ഹിസ്റ്ററി, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, അതുപോലെ രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, കമ്പ്യൂട്ടർ, അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, ഇത്രയുമാണ് നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ആനുകാലിക വിഷയങ്ങൾ. ഏറ്റവും വെയിറ്റേജ് ഉള്ളത് നമ്മുടെ കറണ്ട് അഫയേഴ്സിനാണ്. 20 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. അടുത്തത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതായത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും, അതിന് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതുപോലെ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് 10 മാർക്ക്, പ്രാദേശിക ഭാഷയ്ക്ക് 10 മാർക്ക്. അങ്ങനെ ഇവിടെ എത്രയാണ് വെയിറ്റേജ് വരുന്നത്, 50ഉം പൊതുവിജ്ഞാനത്തിന് 50ഉം. അങ്ങനെയാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ പൊതുവിജ്ഞാനത്തിൽ ഞാൻ പറഞ്ഞു, ഹിസ്റ്ററിക്ക് വെയിറ്റേജ് എത്രയാണ്, 5 മാർക്കാണ്. ഭൂമിശാസ്ത്രം 5 മാർക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. വെയിറ്റേജോ 5, 3 ആ രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ PYQs ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ഒരു 30 മാർക്കും. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുക, അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന മാസികകൾ, മീൻസ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ അത് ചെയ്യുക, വീഡിയോസ്, കറണ്ട് അഫയേഴ്സ് വീഡിയോസ് കാണുക, അതുപോലെ ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, SCERT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ് മുതൽ 10 വരെയുള്ള സയൻസും സോഷ്യലും നന്നായിട്ട് വായിക്കുക. നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ 1 or 2 പ്രാവശ്യം കൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യും, പഠിച്ചിരിക്കും. അതിനനുസരിച്ചുള്ള നോട്ട്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. രണ്ടാമത്തതോ ഷോർട്ട് നോട്ട്സ്, അതായത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ മെമ്മറിയിൽ സേവ് ആയിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സുകൾ ഉണ്ടാക്കുക. അതുപോലെയോ കൺസിസ്റ്റൻസി, അതാണ്
ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു നിശ്ചിത സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. എന്ത് ലൈഫിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് പഠനത്തിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കണം. അത് വിചാരിച്ച ഒരു ദിവസം ഫുള്ളല്ല, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ, അതൊരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എത്രയാണോ നിങ്ങളുടെ സമയം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി കൊണ്ടുപോകാൻ പറ്റിയാൽ അതും ഒരു വിജയം തന്നെയാണ്. അപ്പോൾ അത് ഓർത്തു വെക്കുക. ഇനിയിപ്പോൾ നാളെ ന്യൂ ഇയർ ആണ്, ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ അങ്ങനെ വിചാരിച്ചിട്ട് പഠനം നാളത്തെയും കൂടി മറ്റന്നാൾ പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ 2 മണിക്കൂർ പഠിക്കുന്നതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 മണിക്കൂർ, 3 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂർ. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എത്ര സമയം ഞാൻ ഒരു ദിവസം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന്. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഇനി ഞാൻ പറഞ്ഞു ഘട്ടം 1 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് അറിഞ്ഞ് പഠിക്കുക, അതാണ് നമ്മൾ വേണ്ടത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരള ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് അല്ലേ. അങ്ങനെ ഓരോരോ വൈഡായിട്ട് തന്നെയാണ് ഓരോ സെക്ഷൻസും പോകുന്നത്. ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ പഠിച്ച് തീരുന്നതല്ല കേരള ചരിത്രവും അതുപോലെ ഇന്ത്യൻ ചരിത്രവും ഒക്കെ. എന്നിരുന്നാൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബേസിക്സ് ഫാക്ട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 ആഴ്ച വെച്ചിട്ട് കവറപ്പ് ചെയ്യുക. അതായത് ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് കേരള ചരിത്രം, അതുപോലെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, നവോത്ഥാന നായകന്മാർ, കേരളത്തിലെ ജില്ലകൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ഇതൊക്കെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ആദ്യത്തെ 2 ആഴ്ച പഠിക്കുക. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ നോട്ട്സുകളും തയ്യാറാക്കുക. പിന്നെയോ 3-ാമത്തെ ആഴ്ച, 3-ാമത്തെയും 4-ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, അതുപോലെ സ്വാതന്ത്ര്യ സമരം, അതുപോലെ ഗാന്ധിജിയെ പറ്റി, പിന്നെയോ ഇന്ത്യൻ നദികൾ, സംസ്ഥാനങ്ങൾ, പ്രധാന കൃഷികൾ, ഇതൊക്കെ നമ്മൾ ഈ ഒരു സെഷനിലാണ്, അതായത് 3-ാമത്തെയും 4-ാമത്തെയും ആഴ്ച കൊണ്ട് 14 ദിവസം കൊണ്ട് കവറപ്പ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കും അവിടെ നോക്കിപ്പോകേണ്ടത്. പിന്നെയോ 5-ാമത്തെ 6-ാമത്തെ ആഴ്ച ഇന്ത്യയുടെ ഭരണഘടന, അതിൽ മൗലിക അവകാശങ്ങൾ, ഡ്യൂട്ടികൾ, ആർട്ടിക്കിളുകൾ, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതൊക്കെ നോക്കുക. അപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കുന്നത് ആര് എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് 7-ാമത്തെ ആഴ്ച. 7-ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ സയൻസിന് വേണ്ടി മാറ്റിവെക്കുക. സയൻസ് എന്ന് പറയുന്നത് ജനറൽ സയൻസ് ഉണ്ട് അല്ലേ, ബയോളജി, അതിൽ മനുഷ്യ ശരീരമുണ്ട്, രോഗങ്ങളുണ്ട്, വൈറ്റമിൻസ്, അങ്ങനെ ബയോളജി, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, അതിൽ നോക്കിപ്പോവുക. പിന്നീട് 8-ാമത്തെ ആഴ്ച നമ്മൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അത് ആ ഒരു സെഷന് വേണ്ടിയിട്ട് ഇതാക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക്സ് ഒക്കെ കിട്ടാത്ത ഏരിയ ആണെങ്കിൽ അതിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്താണ്, 9-ാമത്തെ ആഴ്ച നമ്മൾ എന്ത് ചെയ്യണു, ഇംഗ്ലീഷിൻ്റെ മലയാളത്തിനെ ഗ്രാമർ, അതുപോലെ സന്ധി, സമാസം, പദശുദ്ധി, ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൽ ടെൻസ്, പ്രിപ്പൊസിഷൻസ്, സിനോണിംസ്, ആൻറ്റോണിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇംഗ്ലീഷും മലയാളം പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആഴ്ച 9 മാറ്റിവെക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് എത്ര ദിവസമായി, നമുക്ക് ആദ്യത്തെ 63 ദിവസം, ഏകദേശം എന്താണ് 2 മാസം നമ്മൾ ഈ ഒരു പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഇനി അടുത്തത് എന്താണ്, നമ്മൾ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അടുത്തത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും. അതായത് 61-ാമത്തെ ദിവസം മുതൽ അങ്ങോട്ട്. ഇപ്പം നമുക്ക് 9 വെച്ച് നോക്കുകയാണെങ്കിൽ 9, 7, 63 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വരുന്ന, അതായത് നമ്മുടെ 9 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന 1 മാസം എന്ന് പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വർക്കൗട്ട് ചെയ്യുക. അതിലുള്ള ആൻസർ തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും. എന്നിരുന്നാൽ അതെന്തുകൊണ്ടാണ് തെറ്റിയത്, അതിലെന്താണ്, അത് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഫാക്ട്സുകളൊക്കെ അതിവിടെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, റിവൈസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അപ്പം മാക്സിമം PYQs ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം 2 PYQs ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ പറഞ്ഞ ആഴ്ചയിൽ 1-ാമത്തെ ആഴ്ചയും 2-ാമത്തെ ആഴ്ചയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാ പറ്റിയാണ്, കേരളത്തിനെ പറ്റി നമ്മൾ നോക്കണം അല്ലേ. കേരളത്തിൻ്റെ എന്താണ് ചരിത്രം, അതുപോലെ ഭൂമിശാസ്ത്രം, ഇതിനെപ്പറ്റിയായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നവോത്ഥാന നായകന്മാർ, നമ്മൾ ശ്രീനാരായണ ഗുരു ഉണ്ട്, പിന്നെയോ അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരെന്തെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, അതെന്താണ്.
പിന്നെയോ അവരെന്തെങ്കിലും ഈ ഒരു സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അത് ഏത് സമരത്തിലാണ് പങ്കെടുത്തിരിക്കുന്നത്, പിന്നെയോ അവരെന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഏത് പുസ്തകമാണ്, പിന്നെയോ അവരെ വേറെ എന്തെങ്കിലും പേരിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതെന്താണ് എന്നൊക്കെ മനസ്സിലാക്കി നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഏതൊരു PSC എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കും. ഒരു പ്രാവശ്യം നമ്മൾ മെനക്കെട്ടാൽ മതി, പിന്നീടുള്ള എല്ലാ എക്സാംസിനും നമ്മൾ ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മാത്രം മതി. അടുത്തത് എന്താണ്, ഭൂമിശാസ്ത്രം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ എന്താണ്, കേരളത്തിൽ നമുക്കറിയാം 44 നദികളുണ്ട്, അതിൽ ഇത്ര എണ്ണം പടിഞ്ഞാറോട്ടാണ്, ഇത്ര എണ്ണം കിഴക്കോട്ടാണ് എന്നൊക്കെ അറിയാം അല്ലേ. ഇതിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനം എവിടെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പഠിക്കണം. അതുപോലെ കേരളത്തിലെ കായലുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ എത്ര കായലുകളുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സെഷനിൽ പോയിന്റ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് കൊടുമുടി, അതുപോലെ കേരളത്തിലെ ചുരങ്ങൾ, അതിനെന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ അതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് പറയുക, ഇപ്പം താമരശ്ശേരി ചുരം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്ഷൻ ഫാക്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ നോട്ട് ചെയ്യുക. അതാകുമ്പോൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മറച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമുക്ക് സേവ് ആയിട്ടുണ്ടാവും. അടുത്തത് എന്താണ്, ജില്ലകൾ. കേരളത്തിലെ ജില്ലകൾ, അതിന് പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ജില്ലകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ അതൊക്കെ അവിടെ നോട്ട് ചെയ്യുക. ആ ജില്ലയിൽ ഏറ്റവും പ്രസിദ്ധരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് നമ്മുടെ സംരക്ഷണ കേന്ദ്രങ്ങൾ, അതായത് നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1ാമത്തെയും 2ാമത്തെ ആഴ്ച പഠിക്കുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരള ഹിസ്റ്ററിയും അതുപോലെ കേരളത്തിൻ്റെ ജോഗ്രഫി സെഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ പരീക്ഷയ്ക്കും ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലാണ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ അല്ല, എന്താണ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി, ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. അടുത്തത് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞു, ഇനി 3ാമത്തെയും 4ാമത്തെ ആഴ്ച. അത് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു, ഇന്ത്യയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കാൻ വേണ്ടി മാറ്റുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരം നോക്കണം, 1857 ലഹള, അതുപോലെ കോൺഗ്രസിൻ്റെ രൂപീകരണം, പ്രധാന സമ്മേളനങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇവിടെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ യുഗത്തിലെ സമരങ്ങൾ, ചമ്പാരൻ സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ, അങ്ങനെയുള്ള ഗാന്ധിജി പങ്കെടുത്തതും ഗാന്ധിജിയുടെ ആ ഒരു കാലയളവിൽ നടന്നിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരുപാട് കലാപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. അതൊക്കെ നമ്മൾ അവിടെ തന്നെ പഠിക്കുക. അതുപോലെ വർഷങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോവാൻ. പിന്നെയോ ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ജോഗ്രഫി, ഹിമാലയൻ നദികൾ വേഴ്സസ് ഉപദ്വീപീയ നദികൾ, അതുപോലെ മണ്ണിനങ്ങൾ, പിന്നെയോ പ്രധാന പർവ്വത നിരകൾ, അതായത് വെസ്റ്റേൺ ഗാട്സ്, വിന്ധ്യ, സത്പുര എന്നുള്ള പർവ്വത നിരകളെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്യുക. പിന്നെ കൃഷി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നമ്മൾ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഹരിത വിപ്ലവം, നാണ്യവിളകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന കൃഷി വിഭവങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കുക. അടുത്ത 2 ആഴ്ച നമ്മൾ എന്തിനാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. കാരണം ഒരുപാട് ആർട്ടിക്കിൾസും റിട്ടുകളും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം അതിനുവേണ്ടി അതിപ്പോൾ എന്ത് ചെയ്യുക, ബേസിക്സ്, ഭരണഘ് നിർമ്മാണ സമിതി, നിലവിൽ വന്ന തീയതി, ആമുഖം, അതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ അവകാശങ്ങളും, പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. പിന്നെയോ അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പിന്നെയോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ആർട്ടിക്കിൾ 51A. പിന്നെയോ ഭരണഘടനാ സ്ഥാപനങ്ങൾ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC മുതലായവ. പിന്നെയോ പഞ്ചായത്തി രാജ് 73, 74 ഭേദഗതികൾ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 5ാമത്തെയും 6ാമത്തെ ആഴ്ച ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ അത് മാത്രം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ സമയം നിങ്ങൾ ഇതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് ഇത് പഠിക്കുമ്പോൾ ഞാൻ മാത്സ് പഠിക്കട്ടെ, അല്ലെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കട്ടെ, അങ്ങനെയല്ല. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. പിന്നെ അടുത്തത് ജനറൽ സയൻസ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, ബയോളജി പഠിക്കുന്നു. 7 ദിവസം നമ്മൾ അതിന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഫാക്ട്സുകൾ നോട്ട് ചെയ്ത് പഠിക്കുക, വായിച്ച് പോവുക. അപ്പോൾ എന്തെങ്കിലും സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുള്ളതാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. കാരണം നമ്മൾ ഇതൊന്നുകൂടി റീഫ്രഷ് ചെയ്യും അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ആഴ്ച 8 എന്ന് പറയുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി.
ഇതിന് മാത്സും മെൻ്റൽ എബിലിറ്റി ഒരിക്കലും വായിച്ച് പഠിക്കാൻ ആരും നിൽക്കരുത്. വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാർട്ട് എടുക്കുക, അത് വെച്ച് ഓരോന്ന് ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു സെഷൻ ഒന്ന് മനസ്സിലെത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 10 മാർക്ക് വെയിറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഏത് സെഷൻ ആയാലും, നിങ്ങൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്യുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫാക്ട്സുകൾ പഠിക്കാനും പറ്റും. അടുത്തത് ഭാഷാ പഠനം, മലയാളം, ഇംഗ്ലീഷ്. എന്ത് ചെയ്യണം? PYQs ചെയ്യുക. ആ ഒരു സമയം PYQs ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട്സ് ഉള്ളതും തെറ്റ് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. എങ്കിൽ ആ ഒരു സെഷനിൽ, അതായത് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും 10 മാർക്ക്, അതായത് 20 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. PYQs കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സെഷനിലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, മലയാളം, ഇംഗ്ലീഷ്, ഈ ഒരു സെഷനിൽ മൊത്തം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് PYQs ആണ് ഏറ്റവും നല്ല ഇത്. കാരണം നമ്മൾ പഠിക്കാൻ നടന്ന ഒരു കടൽ പോലെ പഠിക്കാനുണ്ട്. അത്രയും പഠിച്ചു കഴിഞ്ഞാലോ 1 or 2 ശരി ഉത്തരമേ കിട്ടും, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാം. അപ്പം എന്ത് ചെയ്യുക, PYQs ചെയ്യുക, മോഡൽ മനസ്സിലാക്കുക, എന്നിട്ട് അതേപോലെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഘട്ടം 2 എന്ന് പറയുന്നത് PYQs ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2 എണ്ണമെങ്കിലും ആ സമയങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അത് മനസ്സിലാക്കി, അതിൽ നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ഔട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ PYQs ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഒരു ദിവസം 200 ക്വസ്റ്റ്യൻസ്, അതായത് 2 പേപ്പറിലും കൂടി ഒരു പേപ്പറിൽ 100 വെച്ചിട്ട് 2 പേപ്പറിൽ 200 മാർക്ക്. 200 മാർക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം പഠിക്കുന്നു. അപ്പോൾ ഒരാഴ്ചയാകുമ്പോഴേക്കോ 1400 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പഠിച്ചില്ലേ? അങ്ങനെ ആലോചിച്ചിട്ട് പഠിക്കുക. പിന്നെ കറണ്ട് അഫെയർസ് തള്ളിക്കളയരുത്. 20 മാർക്കാണ് വെയിറ്റേജ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡെയിലി ഷോസ് മിനിറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം മിനിറ്റിൻ്റെ വീഡിയോസ് കാണുക. ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട്, വീക്ക്ലി കറണ്ട് അഫെയർസ് ഉണ്ട്, പിന്നെയോ മന്ത്ലി കറണ്ട് അഫെയർസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ഒരു സെഷൻസ് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വെയിറ്റേജ് കറണ്ട് അഫെയർസിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും നമുക്കിപ്പോൾ നമ്മൾ വീക്കായിരിക്കുന്ന സെഷൻ, ചിലവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, ചിലവർക്ക് മാത്സ് ആയിരിക്കും, ചിലവർക്ക് മലയാളം ആയിരിക്കും, അല്ലേ? നമ്മുടെ ഏതാണോ നമ്മുടെ വീക്ക് സെഷൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വെക്കുക. അടുത്തത് അവസാനഘട്ട റിവിഷൻ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ 10 ദിവസം അതെന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് 5 മുതൽ 10 വരെ വായിച്ചല്ലോ, അതിൽ സയൻസിൻ്റെ സോഷ്യൽ സയൻസും പഠിച്ചിട്ട് അതിന് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യില്ലേ, ആ ഡയറി ഒക്കെ ഒന്ന് മറച്ച് നോക്കുക. അതുപോലെ എന്താണ് ഇങ്ങനെ ചെയ്ത് കഴിയുക. അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് മാർക്സ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ അറിയാത്ത കാര്യങ്ങൾ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് എത്ര പുറകിലേക്കാണ് വരുന്നതെന്ന് നോക്കിക്കോ. അപ്പോൾ എന്ത് ചെയ്യുക, എത്ര സമയം നമ്മൾ പെട്ടെന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നീട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പിന്നെ നോക്കരുത്, കറക്കി കുത്താൻ വേണ്ടി നോക്കരുത്. ഇനിയിപ്പോൾ മാത്സ് ഒക്കെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, സമയമില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് വന്നിട്ട് അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അല്ലാതെ കറക്കി കുത്താൻ വേണ്ടിയിട്ട് പിന്നീടുള്ള സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് തരികയും ചെയ്യും, നിങ്ങളുടെ റാങ്ക് ഒരുപാട് പുറകിലേക്ക് എത്തിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, അതിന് ലൈവ് സെഷൻസ് ഉണ്ട്, പിന്നെയോ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, പിന്നെയോ ബുക്സ് ഉണ്ട്. അതുകൂടാതെ മെൻറ്റർഷിപ്പ് ഉണ്ട്. പിന്നെയോ നിങ്ങൾക്ക് വീക്കാണ്, ഇന്ന സബ്ജക്റ്റ് വീക്കാണെങ്കിൽ അതിനൊരു സപ്പോർട്ടിംഗ് ഗൈഡ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന ഏത് ഉദ്യോഗാർത്ഥിയാണെങ്കിലും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ VFA എന്ന് പറയുന്നത് ആ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. പിന്നീട് അറിയാലോ, നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. ചില ആൾക്കാർ എന്ത് വിചാരിക്കും, ലാസ്റ്റ് മൊമെൻറ്റിൽ അപ്ലൈ ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ഓർത്ത് വെക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി 14-ാം തീയതിയാണ്. മറക്കരുത്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇപ്പോഴേ പോയി അപേക്ഷ സമർപ്പിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൂടാതെ ഇപ്പോൾ ജനുവരി ന്യൂ ഇയർ പ്രമാണിച്ച് 26% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും ഉണ്ട്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും.